ടെല്ലവീവിനെ ലക്ഷ്യമാക്കി വീണ്ടും മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു. സംഭവിക്കുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്നാണ്. അതും ഇസ്രയേൽ ഇപ്പോൾ വളഞ്ഞിരിക്കുന്ന തെക്കൻ പട്ടണമായ ഗാസയുടെ തെക്കൻ പട്ടണമായ റഫായിൽ നിന്നാണ്. അപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്ന കൂമ്പാരങ്ങൾ, കെട്ടിടങ്ങളുടെ കൂമ്പാരങ്ങൾ, അതാകുന്നു റഫായിൽ നമുക്കറിയാം വലിയ തോതിലാണ് 25 ലക്ഷത്തോളം ആളുകളിൽ പകുതിയോളം തമ്പടിച്ചത് തെക്കൻ പട്ടണമായ റഫായിലാണ്. ഗാസയുടെ ആകെ ജനസംഖ്യയുടെ പകുതിയോളം, ഏതാണ്ട് 10 മുതൽ 13 ലക്ഷം വരെ ആളുകൾ പട പേടിച്ച് കുറച്ച് സുരക്ഷിതം എന്ന് പറയാവുന്ന ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫ കവാടത്തിന് ചുറ്റുമുള്ള നഗരത്തിലാണ് മാസങ്ങളായി തമ്പടിച്ചിരുന്നത്. അവിടെ അനേക അഭയാർത്ഥി ക്യാമ്പുകൾ. ഈ അഭയാർത്ഥി ക്യാമ്പുകൾ വളഞ്ഞിരിക്കുകയാണ് ഇസ്രയേലി സൈന്യം. എന്നാൽ റഫയ്ക്ക് ഉള്ളിലേക്ക് കടന്ന് പൂർണ്ണ തോതിലുള്ള ഒരു ആക്രമണം നടത്തുന്നതിൽ നിന്നും ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും ചേർന്ന് ഇതുവരെ ഇസ്രയേലിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. റഫായ്ക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം നടന്ന് 30-ലധികം പേരാണ് അവിടെ മരിച്ചു വീണത്. നിസ്സഹായരായ ആളുകളാണ് അവർ മരിച്ചു വീണത്. പക്ഷേ റഫ പൂർണ്ണമായി കീഴടക്കി എന്ന് പറയാനും ആവില്ല. ഒരുപക്ഷെ ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് റഫയുടെ നിയന്ത്രണം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ഗാസ തങ്ങളുടെ വരുതിയിലാകും. അങ്ങനെയെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാം. ഇതാണ് യുദ്ധത്തിന്റെ ഒക്ടോബർ 7-ാം തീയതി തുടങ്ങിയ ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷത്തിന്റെ ഇസ്രയേൽ ഭാഗത്തു നിന്നുള്ള താല്പര്യം അതാണ്. അത് മാത്രമല്ല, ഹമാസിന്റെ ഉന്നത നേതൃത്വം യഹിയ സിൻവാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സൈനിക നേതൃത്വത്തെ, അദ്ദേഹമാണല്ലോ ഇതിന് പിന്നിലെ ഇസ്രയേലിനെ ആക്രമിച്ച് 1200ഓളം ഇസ്രയേലികളെ കൂട്ടക്കൊരുതി ചെയ്തതിന്റെ സൂത്രധാരൻ, അദ്ദേഹത്തെ ഉൾപ്പെടെ വധിക്കുകയോ പിടിക്കുകയോ ചെയ്യുക എന്നതാണ്. അത് മാത്രമല്ല, അന്ന് ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിൽ നിന്നും തുരങ്കങ്ങളിലേക്ക്, ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള തുരങ്കങ്ങളിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഗസയിലെ തുരങ്കങ്ങളിൽ അധിവസിപ്പിച്ചിരിക്കുന്ന 250ഓളം ബന്ദികളിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ ഒന്നുകിൽ മരിച്ചു അല്ലെങ്കിൽ വിടുതൽ ചെയ്തു. ഇടയ്ക്ക് വെടിനിർത്തൽ സംഭവിച്ചപ്പോൾ കൈമാറ്റം ചെയ്തു. ബാക്കി 100-ൽ പരം 115-120ഓളം പേരാണ് ഇപ്പോൾ ഹമാസിന്റെ കസ്റ്റഡിയിൽ ബന്ദികളായി ഉള്ള ഇസ്രായേലി പൗരന്മാർ. അവരെ പൂർണ്ണമായി മോചിപ്പിക്കുക. ഈ 2 ലക്ഷ്യങ്ങളും നടന്നില്ല. അതായത് റഫ കൂടി ആക്രമിച്ച് കീഴടക്കി, അങ്ങനെ പൂർണ്ണമായി മറ്റു മേഖലകൾ ഓൾറെഡി ഇസ്രായേലെ കീഴടക്കി, അത് ലിബറേറ്റ് ചെയ്തു, ക്ലീനപ്പ് ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതല്ല, അവകാശവാദങ്ങൾ മാത്രമാണ്. പൂർണ്ണമായി നമുക്ക് സ്ഥിരീകരിക്കാനും ആവില്ലല്ലോ. അതുകൊണ്ട് പൂർണ്ണമായി ഗാസ സ്ട്രിപ്പ് ഒരു 370ഓളം ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു ചെറിയ സ്ട്രിപ്പാണല്ലോ. വലിയ വളരെ മെലിഞ്ഞു കിടക്കുന്ന മധ്യധരണ്യാഴിയുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് ഭാഗങ്ങളിൽ വടക്ക് കിഴക്ക് ഒക്കെ ഇസ്രയേലാണ്. തെക്ക് ഭാഗത്ത് ഈജിപ്റ്റാണ്. പടിഞ്ഞാറ് ഭാഗത്ത് കടലാണ്. അപ്പൊ അങ്ങനെ കിടക്കുന്ന ചെറിയ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ, ആ ചെറിയ ഭാഗത്ത് പൂർണ്ണ നിയന്ത്രണം സാധിച്ചില്ല. യഹിയ സിൻവാറിനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഹമാസിനെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ റോക്കറ്റ് ആക്രമണം. 8 റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ മുഖ്യ നഗരമായ ടെൽ അവീവിന് നേരെ, അതൊരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് നേരെ കൂടിയാണ്. ആ 8 മിസൈലുകൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ അത് ആകാശത്ത് വെച്ച് തന്നെ 4-5 എണ്ണം പൊട്ടിച്ചിതറി എന്നാണ്. അത് ഇസ്രയേലിന്റെ അയൺ ഡോമിൽ തട്ടി തകർന്നു. എന്നാൽ 2-3 മിസൈലുകളെങ്കിലും 3 ഉഗ്രമായ സ്ഫോടനങ്ങൾ കേട്ടതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനർത്ഥം എന്താണ്? ഇപ്പോഴും ഹമാസ് ഈസ് സ്റ്റിൽ എലൈവ് ആൻഡ് കിക്കിംഗ്. പക്ഷേ ഇസ്രയേലിന് ഒരു വലിയ പ്രഹരം കൊടുക്കാനുള്ള ശക്തി ഉണ്ടോ എന്നത് സംശയമാണ്. പ്രഹരശേഷി വളരെ കുറഞ്ഞിരിക്കാം എങ്കിൽ പോലും ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഓർക്കുക, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാന തീരുമാനമാണ് റഫായിൽ യുദ്ധം നടത്താൻ പാടില്ല, ഇസ്രയേലിനെ
നിർബന്ധിക്കുകയാണ്. അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് തീരുമാനങ്ങൾ എടുക്കാം, പ്രഖ്യാപിക്കാം, വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കാം. ബട്ട് ദീസ് verdicts and judgments are not binding on the party, concerned party. ഇസ്രയേലിന് മേൽ ഇത് ബൈൻഡിങ് അല്ല. അതായത് ഇസ്രയേൽ അനുസരിച്ചാൽ അനുസരിച്ചു. ഇസ്രയേലിന് അനുസരണശീലം പൊതുവെ കുറവാണല്ലോ. അതുകൊണ്ട് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പല വ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം നിലനിൽക്കുന്നത് തന്നെ. ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു നയമാണ് എന്ന് ഇസ്രയേൽ പറയുകയും ചെയ്യുന്നു. ആ ഒരു തീരുമാനം ഉണ്ടായിരിക്കും. അത് നമുക്കറിയാം, ഈ സൗത്ത് ആഫ്രിക്ക കൊടുത്ത ഒരു കേസാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും ഇസ്രയേലിന്റെ നയങ്ങളെക്കുറിച്ചും അവർ കൊടുത്ത കേസിനകത്ത് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നു. ഇസ്രയേലിന്റെ ഉന്നത നേതാക്കൾ, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ഹമാസിന്റെ ഉന്നത നേതാക്കൾ യഹ്യ സിൻവാർ ഉൾപ്പെടെയുള്ള ആളുകളെ, അല്ലെ ഡിഫൻസ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊന്നും ചെയ്യാനുള്ള കരുത്ത് നീതിന്യായ കോടതിക്ക്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇല്ലല്ലോ. യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രേരക ശക്തി മാത്രമാണല്ലോ കോടതി സംവിധാനം. ഈ വിധിയും ഒക്കെ നിലനിൽക്കെ ഇപ്പോൾ അനുകൂലമായ ഒരു കാര്യം കൂടെ സംഭവിച്ചു. അതൊരു വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. 200 ട്രക്കുകളാണ് കർമ്മ ഷാലോം എന്ന ഇടനാഴിയിലൂടെ ഇസ്രയേലിൽ നിന്നും ഗാസയിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ അതിൽ 3 ഓയിൽ ടാങ്കറുകളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത്രയും സപ്ലൈ, അത് ആനവായിൽ അമ്പഴങ്ങ എന്നതേ ഉള്ളൂ. ഇത്രയും ജനങ്ങളെ പരിരക്ഷിക്കാൻ തക്ക വൈദ്യസഹായമോ മരുന്ന് അല്ലെങ്കിൽ ആഹാര സാധനങ്ങളോ ഒന്നുമില്ല എന്നത് ഉറപ്പാണ്. എങ്കിൽ പോലും ഈ ആശ്വാസത്തിന്റെ ഒരു തിരിനാളം ഉണ്ടായി വരുമ്പോഴാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകൾ, വെടിനിർത്തൽ സാധ്യമാകുന്ന രീതിയിലുള്ള സമാധാന ചർച്ചകൾ, അത് ദോഹ കേന്ദ്രീകരിച്ച്, ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ഖത്തറിന്റെ മധ്യസ്ഥതയിലും ഈജിപ്തിന്റെ മധ്യസ്ഥതയിലും പല പ്രാവശ്യം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പല ആവർത്തി മധ്യപൗരസ്ത്യ പ്രദേശത്ത് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വന്ന് ചർച്ചകൾ നടത്തിയിട്ടും ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണ്. യുദ്ധം തുടരുന്നു. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഗസ യുദ്ധം അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് പോരാട്ടം ആ 7 മാസം കഴിഞ്ഞ് 8ാം മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു അന്തമില്ലാതെ നീളുന്ന ഈ യുദ്ധത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് അധ്യായമാണ്, ഏടാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇസ്രയേലിലെ ടെല്ലവീവിന് നേരെ നടന്ന ആക്രമണം. അതുകൊണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കാണുന്നു.